നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കയ്യേറ്റക്കാരോട് ദയയുണ്ടാകില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്ന മുന്നറിയിപ്പ്. ദേശസാൽക്കരണ ലക്ഷ്യങ്ങൾ തകർത്ത് ബാങ്കുകൾ ഹുണ്ടിക വ്യാപാരത്തിലേക്ക്. സ്വർണ്ണ പണയത്തിന്മേൽ നൽകുന്ന കാർഷിക വായ്പകളും നിർത്തലാക്കുന്നു. മാനന്തവാടിയിൽ നാളെ SBI ബ്രാഞ്ചിന് മുന്നിൽ വ്യാപാരി ധർണ. വാട്സാപ്പിൽ മലയാളത്തിൽ IS അനുകൂല പ്രചാരണം. NIA അന്വേഷണം തുടങ്ങി. വയനാട്ടിൽ ശുദ്ധജല ലഭ്യത കുറയുന്നു. കിട്ടുന്നത് മലിനജലം. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ പച്ചപ്പ് തിരിച്ചുപിടിക്കാൻ സമഗ്ര നീർത്തട വികസന പദ്ധതി. സോയിൽ കൺസർവേഷൻ വിഭാഗം നടപ്പാക്കുന്നത് 80 കോടിയുടെ പദ്ധതി. അപകടക്കേണിയൊരുക്കി ജില്ലയിലെ റോഡുകൾ. മരണമുഖത്തും കണ്ണു തുറക്കാതെ അധികാരികൾ. SSLC വിജയശതമാനം മോശമായത് ഗ്രാമീണ സ്കൂളുകളിൽ ശ്രദ്ധിക്കാത്തതിനാൽ. മെച്ചപ്പെട്ട റിസൾട്ടിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ദേവകി. +1 പ്രവേശനത്തിന് 49 സ്കൂളുകളിൽ മിഷൻ +1. വിശദമായ വാർത്തകളിലേക്ക്. കയ്യേറ്റക്കാരോട് ദയയുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി. മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത വിവിധ വിഭാഗങ്ങളുടെ യോഗത്തിന് ശേഷമാണ് പിണറായി വിജയൻ കയ്യേറ്റക്കാരോടുള്ള സമീപനം വ്യക്തമാക്കിയത്. വയനാട്ടിലടക്കം കയ്യേറ്റക്കാർക്കെതിരെ നടപടികൾക്ക് ഗവൺമെന്റ് നീക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വൻ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റേതടക്കം വയനാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വയനാട് കളക്ടർക്ക് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ടായിരുന്നു. വനാതിർത്തിയിലും പരിസ്ഥിതി ലോലമേഖലകളിലും ഭൂമി കയ്യേറി കെട്ടിപ്പൊക്കിയ അനധികൃത കെട്ടിടങ്ങൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയവയ്ക്കെതിരെയും നടപടി ആസന്നമാണ്. അതിനിടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൈകിട്ട് സർവകക്ഷി യോഗം ചേരാനിരിക്കെയാണ് മാധ്യമപ്രവർത്തകർ സുഗതകുമാരി, ഹാരിഷ് വാസുദേവൻ എന്നിവരടക്കം പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവരുമായി പിണറായി ആശയവിനിമയം നടത്തിയത്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് റവന്യൂ നിയമങ്ങൾ ദുർബലമായ സ്ഥലങ്ങളിൽ വനം നിയമങ്ങൾ ബാധകമാക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. സ്വർണ്ണപ്പണയത്തിന്മേൽ 4% സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന കാർഷിക വായ്പകൾ ബാങ്കുകൾ മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കുന്നു. മെയ് 4 മുതൽ വായ്പയ്ക്ക് സബ്സിഡി നൽകേണ്ടെന്നാണ് ബാങ്കുകൾക്ക് കിട്ടിയ നിർദ്ദേശം. മെയ് 4 മുതൽ വായ്പകൾക്ക് സബ്സിഡി നൽകേണ്ട നിർദ്ദേശം കനറ ബാങ്ക് ശാഖകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുകിട ഇടത്തരം കർഷകർക്കും സാധാരണക്കാർക്കും ഏറെ ആശ്വാസകരമായിരുന്ന ആനുകൂല്യമാണ് നിർത്തലാക്കുന്നത്. ഇനി മുതൽ വായ്പയ്ക്ക് സാധാരണ നിരക്കായ 9.85% പലിശ നൽകേണ്ടി വരും. ബാങ്കുകൾ 4% പലിശ സബ്സിഡിയോടെ വായ്പ നൽകുമ്പോൾ ബാങ്കുകൾക്ക് ഈ സബ്സിഡി തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് ഇങ്ങനെ സബ്സിഡി പണം നൽകുന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നോ റിസർവ് ബാങ്കിൽ നിന്നോ അറിയിപ്പ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇടപാടുകാർക്ക് നൽകിയിരുന്ന ആനുകൂല്യം നിർത്തലാക്കാൻ ബാങ്കുകൾ നിർബന്ധിതരായത്. സബ്സിഡി സംബന്ധിച്ച ബാങ്കുകൾക്ക് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചാൽ സബ്സിഡി ആനുകൂല്യം പുനഃസ്ഥാപിക്കപ്പെട്ടേക്കും. സ്വർണ്ണപ്പണയത്തിന്മേൽ നൽകുന്ന വായ്പയ്ക്ക് എല്ലാ ബാങ്ക് ശാഖകളിലും ഏറെ ആവശ്യക്കാരുണ്ടായിരുന്നു. നിലവിൽ സ്വർണ്ണപ്പണയത്തിന് 1 ലക്ഷം രൂപ വരെ വസ്തുവിന്റെ കരമടച്ച റെസീറ്റ് നിർബന്ധമല്ലാതെ തന്നെ വായ്പ നൽകുമായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വായ്പ വേണമെങ്കിൽ സ്വന്തം പേരിലുള്ള വസ്തുവിന്റെ കരമടച്ച റെസീറ്റ് ഹാജരാക്കണമായിരുന്നു. പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിച്ചിരുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു ബാങ്കുകളും ഇത് നടപ്പാക്കുമെന്നാണ് സൂചന. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബാങ്കുകൾ ദേശസാൽക്കരണത്തിന്റെ തത്വങ്ങൾ തകർത്ത് ഹുണ്ടിക വ്യാപാര വ്യവസ്ഥയിലേക്ക് തിരിച്ചു നടക്കുന്നു. അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾക്ക് പോലും പിഴയും നികുതിയും ചുമത്തുന്ന ബാങ്കുകൾ കൊള്ളപ്പലിശക്കാരനായ ഹുണ്ടികക്കാരന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിയതായി ആക്ഷേപം. ബാങ്കുകളുടെ വാൾസ്ട്രീറ്റ് മനോഭാവത്തിനെതിരെ രാഷ്ട്രീയ കക്ഷികളോ ജീവനക്കാരുടെ സംഘടനകളോ ക്രിയാത്മകമായി ഒരു പ്രതിഷേധവും പ്രകടിപ്പിക്കാത്തതും ആശ്ചര്യം. ഓരോ ബാങ്കും സ്വന്തം നിലയിൽ സാമ്പത്തിക നിബന്ധനകളും കൊള്ളപ്പലിശയുമായി ഉപഭോക്താക്കളെ വീർപ്പുമുട്ടിക്കുകയും സമാന്തര സാമ്പത്തിക രാജ്യവിരുദ്ധ ശക്തികളുടെ കങ്കാണികളായി പെരുമാറുകയും ചെയ്തിരുന്ന സാഹചര്യത്തിനെതിരെയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസാൽക്കരിക്കാൻ ധൈര്യം കാണിച്ചത്. തുടർന്ന് നാളിതുവരെ ഒട്ടൊക്കെ ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമായി പ്രവർത്തിച്ചിരുന്ന ബാങ്കുകൾ
കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ട് പിൻവലിക്കൽ നടപടിക്ക് ശേഷമാണ് ഹുണ്ടികക്കാരന്റെ വേഷം കെട്ടാൻ തുടങ്ങിയത്. ബാങ്കുകളിലെ മിനിമം ബാലൻസ് സംബന്ധിച്ച വ്യവസ്ഥകളും ഓരോ പോയിന്റിലും പണമിടപാടിന് ഈടാക്കുന്ന ചുങ്കവുമാണ് ഹുണ്ടിക വേഷത്തിൽ പ്രധാനം. മഹാനഗരങ്ങളിൽ 5000 രൂപയും ചെറുനഗരങ്ങളിൽ 3000 രൂപയും നാട്ടുംപുറങ്ങളിൽ 500 രൂപയും മിനിമം അക്കൗണ്ട് ബാലൻസ് വേണമെന്ന ബാങ്ക് നിഷ്കർഷകൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനകോടികളുടെ പ്രതിമാസ വരുമാനത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് വരുന്നതാണ്. നഗരത്തിലെ ചേരിയിലോ മുനിസിപ്പാലിറ്റിയിലെ വാടക വീട്ടിലോ ജീവിക്കുന്നയാൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ മേൽപ്പറഞ്ഞ സംഖ്യകൾ നീക്കിവെക്കാൻ കഴിയുമെന്ന് ബാങ്ക് മേധാവികളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നറിയില്ല. ബാങ്ക് അക്കൗണ്ട് അലർട്ടുകൾ മുതൽ ATM സേവനങ്ങൾ വരെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ചുങ്കം പിരിക്കുന്ന വൻകിട ബാങ്കുകളെല്ലാം വിജയമല്യമാരുടെ അക്കൗണ്ടുകളെ നിഷ്ക്രിയ ആസ്തി പട്ടികയിലാക്കി ശതകോടീശ്വരന്മാരെ രക്ഷിക്കുകയാണ്. സീറോ ബാലൻസ് അക്കൗണ്ട് പ്രൊപ്പഗൻഡയിലൂടെ ബാങ്കിന്റെ പരിധിയിൽ പരമാവധി ജനങ്ങളെ എത്തിച്ച് ബാങ്ക് സേവനങ്ങൾക്ക് ഫീ ഈടാക്കുന്ന നടപടി മിതമായ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണക്കാരനെ കൊള്ളയടിക്കലാണ്. ശതകോടീശ്വരന്മാർക്ക് പണവിനിമയത്തിൽ ചുങ്കം നൽകുന്നത് എളുപ്പമായ കാര്യമായിരിക്കാം. അവരുടെ ക്രയശേഷിയുടെ അടിസ്ഥാനത്തിൽ 70 കോടി ദരിദ്ര നാരായണന്മാർക്ക് ബാങ്ക് ചുങ്കം വ്യവസ്ഥ നടപ്പാക്കുന്നത് അന്യായമാണ്. വൻകിടക്കാരുടെ കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വിരലനക്കാത്ത ഫയൽവാലകളാണ് സാധാരണക്കാരനെ ബാങ്ക് അക്കൗണ്ടുകളിൽ കെട്ടിയിട്ട് ദ്രോഹിക്കുന്നത്. LPG കണക്ഷനും സർക്കാർ സേവനങ്ങളും ബാങ്ക് അക്കൗണ്ട് മുഖേനയാക്കി റിസർവ് ബാങ്ക് ഭരണാധികാരികളുടെ എക്കണോമിക്സിന്റെ ഇരകളായി ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തരം താഴ്ത്തുന്നത് കോടതിയുടെ പോലും ഇടപെടൽ ക്ഷണിച്ചു വരുത്തേണ്ടതാണ്. ഇതിനു പുറമെയാണ് ദേശസാൽകൃത ബാങ്കുകൾ പാവപ്പെട്ടവരുടെ തിരിച്ചടവ് മുടങ്ങിയ വായ്പ തിരിച്ചുപിടിക്കാൻ സ്വകാര്യ ഗുണ്ടകളെ വാടകയ്ക്കെടുക്കുന്നുവെന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ പൊതുമേഖലാ ബാങ്കുകളിലെ സേവന നിരക്ക് വർധന പിൻവലിക്കുക, ഇടപാടുകാരെ കൊള്ളയടിക്കുന്ന തരത്തിൽ അക്കൗണ്ടുകളിൽ നിന്നും പണം ഈടാക്കുന്ന രീതി അവസാനിപ്പിക്കുക തുടങ്ങി ബാങ്ക് ചൂഷണങ്ങൾക്കെതിരെ നാളെ മാനന്തവാടി മർച്ചന്റ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ SBI ബ്രാഞ്ചിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 മണിക്കാണ് ധർണ. നാളെ 11 മണി വരെ മാനന്തവാടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് K. ഉസ്മാൻ, ജനറൽ സെക്രട്ടറി PV മഹേഷ്, PM മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ ഇടപാട് നടത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നോട്ട് എണ്ണുന്നതിന് പൈസ, കൗണ്ടിങ് ചാർജ് ഈടാക്കണം. ഇങ്ങനെ നാനാവിധത്തിലുള്ള ഹിഡൻ ചാർജുകൾ ഈടാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലെ കൺസ്യൂമേഴ്സിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന 8-ാം തീയതി രാവിലെ 10 മണിക്ക് മാനന്തവാടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിന്റെ മുമ്പിൽ മാനന്തവാടി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു ധർണാ സമരം നടത്തുകയാണ്. മലയാളിയുടെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ IS അനുകൂല ആശയപ്രചാരണം. വാട്സാപ്പിലൂടെ മലയാളത്തിൽ ആശയപ്രചാരണം നടത്തുന്നതിനെക്കുറിച്ച് INA അന്വേഷണം തുടങ്ങി. വാട്സാപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് ജിഹാദുകളടക്കമുള്ള വിഷയങ്ങളിൽ തീവ്ര പ്രചാരണം നടക്കുന്നത്. മെസ്സേജ് ടു കേരള എന്ന ഗ്രൂപ്പിൽ വാട്സാപ്പ് ഉപയോക്താവിന്റെ ഫോണിലേക്ക് സന്ദേശം എത്തിയതോടെയാണ് വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടത്. മെസ്സേജ് ടു കേരള എന്ന ഗ്രൂപ്പിൽ അംഗമാക്കിയെന്നായിരുന്നു സന്ദേശം. ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്തെന്ന ചോദ്യത്തിന് ചിലർക്ക് ലഭിച്ചത് മറുപടിയായി കുറെ ചോദ്യങ്ങളാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്ന് കാണാതായ റാഷിദ് അബ്ദുള്ള പറയുന്ന മറുപടിയുടെ രീതിയിലാണ് മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശം എത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ നമ്പറിലാണ് ഗ്രൂപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അബു ഇസ എന്നയാളാണ് ഗ്രൂപ്പ് അഡ്മിൻ. ഇയാൾ പാലക്കാട്ട് നിന്ന് കാണാതായ ഇസയാണെന്നാണ് കേസ് അന്വേഷിക്കുന്ന NIA കരുതുന്നത്. മൂവീസ് ജംഗ്ഷൻ എന്ന പേരിൽ IS നിയന്ത്രിത വാട്സാപ്പ് ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായി കുറച്ചു ദിവസം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അലർട്ട് മെസ്സേജ് പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തിറങ്ങിയത് ഭീതി പരത്തി. മാനന്തവാടി കുഴിനിലം പുത്തൻപുരയിലാണ് പുലർച്ചെ 6 മണിയോടെ 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടുപോത്തിനെ കണ്ടത്. പാലളക്കാൻ പോവുകയായിരുന്നവരാണ് ആദ്യം ഇതിനെ കണ്ടത്. നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടുപോത്ത് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ബഹളത്തെ തുടർന്ന് പോത്ത് തോട്ടത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടി. കഴിഞ്ഞ ദിവസം പിലാക്കാവിലും ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഡെപ്യൂട്ടി റേഞ്ചറുടെ ചുമതല വഹിക്കുന്ന M. രവിചന്ദ്രൻ, തലപ്പുഴ സെക്ഷൻ ഫോറസ്റ്റർ K. സുരേഷ് ബാബു, ബീറ്റ് ഓഫീസർ KK റോയി എന്നിവരുടെയും മാനന്തവാടി പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ ഉച്ചയ്ക്ക് 1 മണിയോടെ പിലാക്കാവ് മണിയൻകുന്ന് വനത്തിലേക്ക് കയറ്റിവിടുകയായിരുന്നു. ഇതോടെയാണ് ജനങ്ങളുടെ ഭീതി അകന്നത്. മണിയൻകുന്ന് വനത്തിലൂടെയാണ് കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം പിലാക്കാവിലെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ജലം ജീവജലം.
ശുദ്ധജല ലഭ്യത കുറയുന്നു. ലഭിക്കുന്ന വെള്ളത്തിൽ ഭൂരിഭാഗവും മലിനം. കഠിനമായ ചൂടിനൊപ്പം വേനൽക്കാല രോഗങ്ങളും ജില്ലയിൽ പടരുകയാണ്. വേനൽക്കാല അസുഖങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. അസഹനീയമായ ചൂടും പൊടിപടലങ്ങളും പുതിയ ഭക്ഷണരീതിയുമെല്ലാം അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ചൂട് കൂടുന്നതോടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങളുടെ എണ്ണത്തിലും വർധനവുള്ളതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. ശുദ്ധജലം കിട്ടാനില്ലാത്തത് രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂട്ടുന്നു. പകർച്ചവ്യാധികൾ കൂടുന്നതിനും കാരണമാകുന്നുണ്ട്. മുൻകരുതലുകളോ വേണ്ടവിധം പരിശോധനയോ ഇല്ലാതെ ശേഖരിക്കുന്ന വെള്ളമാണ് പല സ്ഥലങ്ങളിലും വിതരണം ചെയ്യുന്നത്. കുടിവെള്ളം എന്ന പേരിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല. ഹോട്ടലുകളും കൂൾബാറുകളും വെള്ളത്തിനായി ആശ്രയിക്കുന്നതും ഇത്തരം വിതരണക്കാരെയാണ്. ഉപയോഗശൂന്യമായ കിണറുകളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകുന്നു. വേനൽക്കാല രോഗങ്ങളിൽ അപകടകാരിയാണ് ചിക്കൻ ബോക്സ്. ഈ ആഴ്ചയിൽ 21 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചിക്കൻ ബോക്സിന് ചികിത്സ തേടിയെത്തിയത്. രോഗികളുമായുള്ള സമ്പർക്കമാണ് രോഗം പടരുന്നതിനുള്ള പ്രധാന കാരണം. കുട്ടികളിലാണ് രോഗം എളുപ്പത്തിൽ പിടിപെടുന്നത്. അന്തരീക്ഷത്തിലെ കീടാണുക്കളിൽ നിന്നും പകരുന്നതിനാൽ അതീവ ശ്രദ്ധയോടെ വേണം ചിക്കൻ ബോക്സിനെ പ്രതിരോധിക്കാൻ. കൊടും ചൂടിൽ ആശ്വാസമായി വേനൽ മഴയെത്തിയെങ്കിലും ജില്ലയിലെ ഭൂരിഭാഗം കിണറുകളിലും ഇതുവരെയും ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അനുബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. വെള്ളമില്ലാത്തത് കാരണം ചുള്ളിയോട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിട്ടത് നാട്ടുകാർക്കും ടൗണിലെ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായി. 1 മാസമായി ശൌചാലയം അടഞ്ഞുകിടക്കുകയാണ്. ദൂരെ നിന്ന് ടൗണിലെത്തി ബസ് കാത്തു നിൽക്കുന്നവരാണ് ശൌചാലയം പ്രവർത്തിക്കാത്തത് കാരണം ഏറെ വിഷമത്തിലായത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വല്ല ഹോട്ടലുകളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ലോറികളിൽ വെള്ളം എത്തിച്ചെങ്കിലും ശൌചാലയം ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2010-ൽ വ്യവസായ മന്ത്രിയായിരുന്ന എളമരം കരീമാണ് ശൌചാലയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. വരൾച്ച രൂക്ഷമായ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കബനി തീരത്ത് പച്ചപ്പ് തിരിച്ചുപിടിക്കാൻ 80 കോടി രൂപയുടെ സമഗ്ര നീർത്തട വികസന പദ്ധതി തുടങ്ങുന്നതിന് നടപടിയായി. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിലെ 15,220 ഹെക്ടർ സ്ഥലം 11 സൂക്ഷ്മ നീർത്തടങ്ങളായി തിരിച്ചാണ് സോയിൽ കൺസർവേഷൻ ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കുക. 11 സൂക്ഷ്മ നീർത്തടങ്ങളിൽ ഓരോ പ്രദേശത്തും പ്രാദേശികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പദ്ധതിയിലൂടെ നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി മുള്ളൻകൊല്ലി അതിർത്തി പ്രദേശങ്ങളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുകയും പച്ചപ്പ് തിരിച്ചുപിടിക്കുകയും ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാവുന്ന വിധത്തിലാണ് ആസൂത്രണങ്ങൾ. ഈ വർഷം തന്നെ പദ്ധതി നടപ്പാക്കാനാണ് ശ്രമം. ജില്ലയിൽ മഴനിഴൽ പ്രദേശങ്ങളിലും വൃഷ്ടി പ്രദേശങ്ങളിലും ജലസംരക്ഷണ ശേഷി പാടെ തകർന്നതായാണ് വിലയിരുത്തൽ. അനിയന്ത്രിതമായ കുടിയേറ്റവും വ്യാപകമായ കാപ്പി കൃഷിയും വയനാടിന്റെ കാലാവസ്ഥയെ മാറ്റിമറിച്ചു. തണൽ വൃക്ഷങ്ങൾ പരക്കെ മുറിച്ചു മാറ്റിയതോടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം വർദ്ധിച്ചു. വൃക്ഷനാശവും ജലസ്രോതസ്സുകളുടെ നാശവും കാരണം കർണാടകയിൽ നിന്നുള്ള ചൂടുകാറ്റ് പ്രദേശത്ത് വരൾച്ച രൂക്ഷമാക്കി. നെൽകൃഷി ഇല്ലാതാക്കിയതോടെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി. ഈ സ്ഥിതിവിശേഷങ്ങൾ കണക്കിലെടുത്താണ് സമഗ്ര നീർത്തട വികസന പദ്ധതിക്ക് ജില്ലാ സോയിൽ കൺസർവേഷൻ വിഭാഗം രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കഴിഞ്ഞ ദിവസം അമ്പലവയലിൽ തടിലോറി മറിഞ്ഞ് ഒരാൾ മരിക്കാനിടയായത് റോഡിന്റെ ദുസ്ഥിതി കാരണമാണെന്ന് ആരോപണം. ഇരുവശങ്ങളിലും വയലുകളാണെങ്കിലും റോഡ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല. പാടെ വീതി കുറഞ്ഞ റോഡിന്റെ അരിക് ഇടിഞ്ഞ് തടിലോറി മറിഞ്ഞാണ് താനിക്കൽ ആലി എന്ന തൊഴിലാളി മരിച്ചത്. മരം കയറ്റി വന്ന ലോറി ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ആഴ്ചകൾക്ക് മുമ്പ് ഒരു ജീപ്പും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വീതിയോ വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ഇല്ല. അപകടം നടന്ന സ്ഥലത്ത് ഇലക്ട്രിക് പോസ്റ്റും റോഡിൽ തന്നെയാണ്. ഇതും അപകടത്തിന് കാരണമാകുന്നു. വശങ്ങൾ കാട് പിടിച്ചു കിടക്കുന്നതിനാൽ റോഡിന്റെ യഥാർത്ഥ സ്ഥിതിയും ഡ്രൈവർമാർ അറിയാതെ പോകുന്നു. വശങ്ങളിലേക്ക് വലിയ വണ്ടികൾ മാറ്റുമ്പോൾ റോഡടക്കമാണ് ഇടിഞ്ഞു പോകുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ റോഡിന്റെ ദുർബലാവസ്ഥയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ അതൊന്നും ഗവനിച്ചില്ല. വാഹനങ്ങളൊക്കെ വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ഈ പോസ്റ്റ് അതിന് വലിയ ഭീഷണിയാണ്. പിന്നെ സൈഡ് കല്ല് കെട്ടാതെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇടിഞ്ഞു പോയത്. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ളൂ. സൈഡ് കാട് പിടിച്ച് കിടക്കുന്ന കാരണം വണ്ടിക്കാർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എ.പി. ഷാജി, വയനാട് ന്യൂസ്, അമ്പലവയൽ. ചുണ്ടേൽ മേപ്പാടി വടുവഞ്ചാൽ റൂട്ടിൽ റോഡിന് ഇരുവശങ്ങളിലും വാഹനയാത്രക്കാരുടെ കൺമറയുന്ന നിലയിൽ കാട് കയറി അപകടക്കെണിയൊരുങ്ങുന്നു. കാടുവെട്ടി അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ല. അപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. 30ഓളം വളവുകളാണ് പ്രധാന റോഡായ ഇതിലുള്ളത്. ഓടത്തോട്, കുന്നംപറ്റ, 46, കാപ്പംകൊല്ലി, മേപ്പാടി, മൂപ്പനാട്, അരപ്പറ്റ, തിനപുരം, റിപ്പൺ, പാടിവയൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ
വലിയ വളവുകളിൽ റോഡിനിരുവശവും കാട് മൂടിയത് ഡ്രൈവർമാർക്ക് പേടിസ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ഒട്ടേറെ വാഹനങ്ങളിൽ അപകടങ്ങളിൽപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പാതയോരങ്ങളിൽ സ്ഥാപിച്ച ഇരുമ്പ് വേലികൾക്ക് മുകളിലൂടെ കാട് കയറി പന്തലിച്ചിട്ടുണ്ട്. അപകടങ്ങൾ പതിവായിട്ടും വളവുകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് ബോധവൽക്കരണം നടത്തുന്ന അധികൃതർ ഏതാനും ആയിരങ്ങൾ മുടക്കി കാട് വെട്ടിത്തെളിച്ച് സൈൻ ബോർഡ് സ്ഥാപിച്ചാൽ അപകടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. അമ്പലവയൽ ചുള്ളിയോട് റോഡിലെ ആനപ്പാറ പാലം യാത്രക്കാർക്ക് അപകട കെണിയൊരുക്കുന്നു. ഇടുങ്ങിയ പാലത്തിലൂടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം പോകാനുള്ള വീതിയാണുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച പാലത്തിന് വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ആനപ്പാറ പാലത്തിന് വീതിയില്ലാത്തതു കാരണം പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ PWD ഈ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാറില്ലെന്നും പറയുന്നു. ദൂരെ നിന്നെത്തുന്ന യാത്രക്കാർ വീതി കൂടിയ റോഡിലൂടെ വരുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അപകടക്കെണി പോലെ ഈ ഇടുങ്ങിയ പാലം. 5 പതിറ്റാണ്ട് പിന്നിട്ട പാലത്തിന് ബലക്ഷയമുള്ളതായും പറയപ്പെടുന്നു. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലാണ് ഈ ഇടുങ്ങിയ പാലം. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ബുദ്ധിമുട്ടാണ്. മനുഷ്യന്മാർക്കും നടക്കാനും അതിനൊക്കെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. 60 വർഷത്തിന് മേലെ ഈ പാലം ഇതിനെ വീതി കൂട്ടാനുള്ള കാര്യങ്ങൾ നടപടിയെടുക്കണം. പലവട്ടം പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും പാലം പുതുക്കിപ്പണിയാൻ നടപടി ഉണ്ടായിട്ടില്ല. വയനാട് ന്യൂസ്, അമ്പലവയൽ. ജില്ലയിലെ SSLC വിജയ ശതമാനം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശമായത് ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്തതിനാൽ ആദിവാസി വിഭാഗക്കാർ ഉൾപ്പെടെ പിന്നാക്ക മേഖലകളിൽ ഉള്ളവർ പഠനത്തിന്റെ തുടക്കകാലത്ത് വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തതാണ് വെല്ലുവിളിയാകുന്നത്. മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ദേവകി. വയനാട് എന്ന് കേൾക്കുന്ന മാത്രയിൽ പട്ടികവർഗ വിഭാഗക്കാരിലേക്കാണ് കൂടുതലും ശ്രദ്ധ നൽകുമ്പോൾ തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും ചെറുകിട കർഷകരും അടങ്ങുന്ന സാധാരണക്കാരുടെ മക്കളുടെ പഠന മികവിനെക്കുറിച്ച് ആധിയില്ലാതെ പോയതാണ് തുടർച്ചയായ 2ാം വർഷവും വിജയശതമാനത്തിൽ വയനാട് ഏറ്റവും പിന്നിലാകാൻ കാരണമായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പട്ടികവർഗ സ്കൂളുകളിൽ 5 100% വിജയം നേടിയതുൾപ്പെടെ ആദിവാസി വിദ്യാർത്ഥികൾ താരതമ്യേന മികച്ച വിജയം നേടിയപ്പോൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ അപ്രതീക്ഷിതമായി പിന്നിലേക്ക് പോവുകയായിരുന്നു. തുടർച്ചയായി 2ാം വർഷവും വയനാടാണ് ഏറ്റവും പിന്നിലായത്. പാളിച്ചകൾ കണ്ടെത്തി അടുത്ത അധ്യയന വർഷം മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ദേവകി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ വർഷമാണ് നമ്മൾ 14ാം സ്ഥാനത്ത് വന്നത്. അതിനു മുന്നേ 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും ഒക്കെ നമ്മൾ അത് ജില്ലാ പഞ്ചായത്തും എഡ്യൂക്കേഷനൊക്കെ ഇതായിക്കൊണ്ട് ഏറ്റവും നന്നായി നമ്മൾ ചെയ്തു. 80% താഴെയുള്ളവയിൽ പരിയാരം, ഏച്ചോം, അരപ്പറ്റ, നീർവാരം, വേലിയമ്പം, അമ്പലവയൽ, ആനപ്പാറ തുടങ്ങിയ സ്കൂളുകൾ താരതമ്യേന ആദിവാസി വിദ്യാർത്ഥികൾ കുറഞ്ഞവയാണ്. അരപ്പറ്റ സ്കൂളിനെ ആശ്രയിക്കുന്നതധികം തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. മിക്ക സ്കൂളുകളിലും രാത്രികാല ക്യാമ്പുകളും മറ്റും ഊർജിതമാക്കുകയും വിജയശതമാനം ഉയർത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടും അമ്പെ പിന്നോക്കം പോയതാണ് പരാജയത്തിന് ആക്കം കൂട്ടിയത്. 2 വർഷം മുമ്പ് വരെ 100%-നടുത്ത മികവ് കാട്ടിയിരുന്ന സ്കൂളുകളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് 60%-ലേക്ക് താഴ്ന്നു പോയത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. +1 പ്രവേശനത്തിന് ജില്ലാ പഞ്ചായത്ത് മിഷൻ +1 എന്ന പേരിൽ സൗജന്യ സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ദേവകി, CE ഫിലിപ്പ്, MR രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 49 വിദ്യാലയങ്ങളിലാണ് സഹായ കേന്ദ്രങ്ങൾ തുറക്കുക. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ വയനാട്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുക. +1 +2ലേക്കുള്ളത്. അപ്പോൾ 11,184 കുട്ടികൾ ജയിക്കുമ്പോൾ ആ 8,000-ഓളം കുട്ടികളെ മാത്രമേ നമ്മൾക്ക് +1ലേക്ക് അഡ്മിഷൻ കൊടുക്കുവാൻ കഴിയുള്ളൂ. അപ്പം വയനാട് ജില്ലയെ സംബന്ധിച്ച് സീറ്റ് വർധന വലിയൊരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ 4-ാം തീയതി RDD ജില്ലയിൽ വരികയും വയനാട് ജില്ലയിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കി. 8-ാം തീയതി ഒരു മീറ്റിംഗ് ഗവൺമെന്റ് സർക്കുലർ തന്ന പ്രകാരം 8-ാം തീയതി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. പരിശീലനം ലഭിച്ച അധ്യാപകരുടെ സേവനം സഹായ കേന്ദ്രങ്ങളിൽ ലഭിക്കും. ഉപരിപഠന യോഗ്യത നേടിയ മുഴുവൻ കുട്ടികളും ഹയർ സെക്കൻഡറി പഠനത്തിന് എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി. കൽപ്പറ്റ SKMJ, മാനന്തവാടി GVHSS, സുൽത്താൻ ബത്തേരി സർവജന, പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അമ്പലവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുള്ളൻകൊല്ലി സെന്റ് മേരീസ്, പൂതാടി ശ്രീനാരായണ, മേപ്പാടി സെന്റ് ജോസഫ്,
കല്ലുവയൽ ജയശ്രീ, ബത്തേരി സെന്റ് മേരീസ്, നൂൽപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടവയൽ സെന്റ് തോമസ് തുടങ്ങി 40 സ്കൂളുകളിലാണ് മിഷൻ +1 കേന്ദ്രങ്ങൾ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ആലാറ്റിൽ നിർമ്മല LP സ്കൂളിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്യും. സൺഡേ സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും മാർ ജോസ് പൊരുന്നേടം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനം MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ST കുട്ടികൾക്ക് പഠനോപകരണ വിതരണം തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ സുരേന്ദ്രൻ നിർവഹിക്കും. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോൺ പൊൻപാറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, AEO, BPO തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് കുറ്റിക്കാട്ടുകുന്നേൽ, ത്രേസ്യ PV, ബേബി ഒളിക്കൽ, സ്റ്റാലി നെല്ലുകുന്നേൽ, ടോമി മാറത്തോട്ടത്തിൽ, ഷാജു കളപ്പുരയ്ക്കൽ, വിൽസൺ കളമ്പുകാട്ട് എന്നിവർ പങ്കെടുത്തു. നിർമ്മല LP സ്കൂളിന് പുതിയ ഒരു കെട്ടിടം പണിത് അതിൻ്റെ ഔപചാരികമായ വെഞ്ചരിപ്പും ഉദ്ഘാടന കർമ്മവും ഒപ്പം തന്നെ സ്കൂളിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ കാർമൽ ജ്യോതി നഴ്സറി കുട്ടികളുടെയും സംയുക്തമായുള്ള വാർഷികാഘോഷ പരിപാടികളും ഈ വരുന്ന തിങ്കളാഴ്ച 8/5/2017 കൃത്യം 4 മണിക്ക് ആലാറ്റിൽ ഇടവകയിൽ നടത്തപ്പെടുകയാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ 19ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങ് 2017 കലാകായിക ജില്ലാതല മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ജില്ലയിലെ 1.5 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അയൽക്കൂട്ടം മുതൽ ജില്ലാതലം വരെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CDS തല കലാകായിക മത്സര വിജയികളെ ഉൾപ്പെടുത്തി ജില്ലാതല കായികോത്സവം നാളെ പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. താലൂക്ക് തല കലോത്സവം മെയ് 10 ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലും മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലും പനമരം ഗവൺമെന്റ് LP സ്കൂളിലും നടക്കും. ജില്ലാ കായിക മത്സരങ്ങൾ OP ജയ്ഷ ഉദ്ഘാടനം ചെയ്യും. മെയ് 14 ജില്ലാതല കലോത്സവം കൽപ്പറ്റ SKMJ സ്കൂളിലും കുടുംബശ്രീ വാർഷികം കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലും നടക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരങ്ങളായ അനു സിതാര, അബു സലീം എന്നിവർ ചേർന്ന് നിർവഹിക്കും. മെയ് 13 കൽപ്പറ്റ നഗരത്തിൽ 3 മണിക്ക് വിളംബര ജാഥ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. കുടുംബശ്രീയുടെ 19ാമത് വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 21-ാം തീയതി മുതൽ സംസ്ഥാന തലത്തിൽ കായിക മത്സരങ്ങളും കലാമത്സരവും വാർഷിക പരിപാടിയും ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി മുഴുവൻ ജില്ലകളിലും അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള വിവിധ രൂപത്തിലുള്ള മത്സര പരിപാടികളും വാർഷികാഘോഷ പരിപാടികളും നടന്നു വരികയാണ്. മേളകളുടെ വിജയത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉഷാകുമാരി ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു. K. ഹാരിസ്, KT മുരളി, PK സുഹൈൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ കാപ്പിക്കുളം കുറ്റംവയൽ പ്രദേശത്തെ 1 വർഷത്തിനകം റെഡ് ക്രോസ് ഗ്രാമമാക്കി മാറ്റുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ലോക റെഡ് ക്രോസ് ദിനമായ മെയ് 8 ആരംഭിക്കും. പ്രദേശത്തുകാർക്ക് പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനവും സർട്ടിഫിക്കറ്റുകളും നൽകും. മുഴുവൻ ആളുകളുടെയും രക്തഗ്രൂപ്പ് നേത്രദാന സമ്മതപത്രത്തിൽ ഒപ്പുവെക്കൽ, രക്തദാന സേന രൂപീകരണം, എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി, ക്ഷയരോഗ വിമുക്ത മേഖലയാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തന്നെ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ, അതായത് പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ 15ാമത്തെ വാർഡിലെ മുഴുവൻ ആളുകളെയും അടുത്ത 1 വർഷത്തിനുള്ളിൽ പ്രഥമ ശുശ്രൂഷയുടെ പാഠങ്ങൾ നൽകി ക്ലാസ് എടുപ്പിച്ച് അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകി ആ പ്രദേശത്തെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഒരു പ്രധാനപ്പെട്ട മേഖലയാക്കി ഇന്ത്യൻ റെഡ് ക്രോസ് ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ് അടുത്ത 8-ാം തീയതി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/vayanaddivison/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv_വയനാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്യേറ്റക്കാരോട് ദയുണ്ടാകില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്ന മുന്നറിയിപ്പ്.
ദേശസാൽക്കരണ ലക്ഷ്യങ്ങൾ തകർത്ത് ബാങ്കുകൾ ഹുണ്ടിക വ്യാപാരത്തിലേക്ക്. സ്വർണ്ണ പണയത്തിന്മേൽ നൽകുന്ന കാർഷിക വായ്പകളും നിർത്തലാക്കുന്നു. മാനന്തവാടിയിൽ നാളെ SBI ബ്രാഞ്ചിന് മുന്നിൽ വ്യാപാരി ധർണ. വാട്സാപ്പിൽ മലയാളത്തിൽ IS അനുകൂല പ്രചാരണം. NIA അന്വേഷണം തുടങ്ങി. വയനാട്ടിൽ ശുദ്ധജല ലഭ്യത കുറയുന്നു. കിട്ടുന്നത് മലിനജലം. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ പച്ചപ്പ് തിരിച്ചുപിടിക്കാൻ സമഗ്ര നീർത്തട വികസന പദ്ധതി. സോയിൽ കൺസർവേഷൻ വിഭാഗം നടപ്പാക്കുന്നത് 80 കോടിയുടെ പദ്ധതി. അപകടക്കെണിയൊരുക്കി ജില്ലയിലെ റോഡുകൾ. മരണമുഖത്തും കണ്ണു തുറക്കാതെ അധികാരികൾ. SSLC വിജയശതമാനം മോശമായത് ഗ്രാമീണ സ്കൂളുകളിൽ ശ്രദ്ധിക്കാത്തതിനാൽ. മെച്ചപ്പെട്ട റിസൾട്ടിന് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ദേവകി. +1 പ്രവേശനത്തിന് 49 സ്കൂളുകളിൽ മിഷൻ +1. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.